അടുത്ത 3 വർഷം അല്ലെങ്കിൽ മൊത്തം 5 വർഷം കേരളം മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് വി ഡി സതീശൻ എന്ന പുതിയ മുഖ്യമന്ത്രിയെ അവരോധിച്ചതിലൂടെ കോൺഗ്രസ് നൽകുന്ന സൂചന. മുസ്ലിം ലീഗിന് ലീഗ് എ കെ ആന്റണിയോട് നന്ദി പറയണം, അത് പറഞ്ഞിരിക്കണം. കാരണം പണ്ട് 2024 എ കെ ആന്റണിയെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പിടിച്ചിറക്കിയ ലീഗിനെ ഇപ്പോൾ ആന്റണി സഹായിച്ചിരിക്കുന്നു. കോൺഗ്രസ് എം എൽ എമാരുടെ അഭിപ്രായം വി ഡി സതീശന് അനുകൂലമല്ലായിരുന്നു. എന്നിട്ടും ലീഗിന്റെ സമ്മർദ്ദം ഒന്നുകൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ ഇതാ മുഖ്യമന്ത്രിയാകാനുള്ള കാരണം. ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ പുതിയ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലീഗിന് വേണ്ടത് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവയെയാണ് അവരത് നേടിയെടുത്തിരിക്കുന്നതെന്ന് കേരളം പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഡൽഹിയിലല്ല, അത് അങ്ങ് പാണക്കാട് ഹൗസിലാണെന്ന് വീണ്ടും അടക്കം പറച്ചിലല്ല, പരസ്യമായി തന്നെ പറയുന്നു. അവസാന സമയം വരെ കെ സി വേണുഗോപാലിനുണ്ടായിരുന്ന സാധ്യത അത് അവസാന നിമിഷം തട്ടിയെറിഞ്ഞത് രണ്ടുപേരുടെ ഇടപെടൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10 ദിവസം നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തീരുമാനിച്ചത് നിർണായകമായത് എ കെ ആന്റണിയുടെയും പിന്നെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെയും നിലപാടുകളാണ്. മുഖ്യമന്ത്രി ചർച്ചയിൽ വിവിധ നേതാക്കളെ വിളിച്ച് ഹൈക്കമാൻഡ് അഭിപ്രായം ആരാഞ്ഞിരുന്നു, സ്വാഭാവികം. അതിൽ ഏറ്റവും നിർണായകമായത് എ കെ ആന്റണിയുടെ ഏറ്റവും 9ാം ദിവസത്തെ നിലപാടായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാഹിത്യത്തെ പറ്റി അദ്ദേഹം കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് വായിപ്പ്. തന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയ അതേ ലീഗിനെ ആന്റണിക്ക് പേടിയാണ്. അങ്ങനെ ആന്റണി വേണ്ടി വന്നു ഇത്രയും ദിവസം നീണ്ടുന്ന ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് അവസാനമിടായി. അതിനു പുറമെ സമുദായ സംഘടനകളിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നും കിട്ടിയ അഭിപ്രായങ്ങൾ പ്രിയങ്ക ഗാന്ധിയും ഹൈക്കമാൻഡിനെ, അതായത് അമ്മ സോണിയാഗാന്ധി അറിയിച്ചെന്നാണ് പറയുന്നത്. ഇതിൽ ലീഗിന്റെ നിലപാട് വളരെ നിർണായകമായി. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ജയിച്ചു കയറിയത് ലീഗിന്റെ വലിയ പിന്തുണയിലായിരുന്നെന്ന് പ്രിയങ്ക തന്നെ അമ്മ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും പറഞ്ഞു. പിന്നെ രാഹുൽ ഗാന്ധിക്ക് കെ സി വേണുഗോപാലുമുള്ള അടുത്ത ബന്ധം അത് പ്രിയങ്കയ്ക്ക് വ്യക്തമായി അറിയാം. ലീഗിന്റെ ഓപ്പറേഷന് അങ്ങനെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഈ ബന്ധം മുതലെടുത്ത് കൃത്യമായി ബന്ധപ്പെട്ടിരുന്നത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. അങ്ങനെ പ്രിയങ്കയും ആന്റണിയും ഒരുപോലെ ലീഗിനെ തങ്ങളുടെ ഇഷ്ട രാഷ്ട്രീയ കക്ഷിയാക്കാൻ മത്സരിക്കുകയാണ്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷ സ്വാധീനം ചെലുത്തിയതാണെന്ന പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം അത് സ്വാധീനം ചെലുത്തി നേടിയാണെന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ആ ഒരു ആരോപണം, വി ഡി സതീശന്റെ ആരോപണം, അത് കെ സി വേണുഗോപാലിനെതിരെയായിരുന്നു. പക്ഷേ ഇതൊക്കെ വ്യക്തമായി പ്രിയങ്ക ഗാന്ധിയുടെയും എ കെ ആന്റണിയുടെയും ആ സതീശന് അനുകൂലമായ നിലപാടിൽ എല്ലാം കലങ്ങി തെളിഞ്ഞു. ഭാഗ്യത്തിന് രാഹുലിന്റെ സഹോദരി പ്രിയങ്ക സതീശന്റെ തുണയ്ക്കെത്തി. ഒടുവിൽ എ കെ ആന്റണിയുടെ ആ കുറുക്കൻ പരാമർശം, അതായത് ഹൈക്കമാൻഡ് അത് വല്ലാതെ ഭയപ്പെടുത്തി. ഘടകകക്ഷികളെ, അതായത് പ്രത്യേകിച്ച് ലീഗിനെ അങ്ങനെ അകറ്റി നിർത്തിയാൽ, അവിടെ അഭിപ്രായം മാനിച്ചില്ലെങ്കിൽ അത് പിന്നീട് അങ്ങോട്ട് UDF-നെ ദോഷം ചെയ്യുമെന്ന ആ ഒരു ഭീതിയാണ് എ കെ ആന്റണി ഹൈക്കമാൻഡ് മുന്നിൽ നിർത്തിയത്. ഒരു മതമല്ല, പ്രത്യേകിച്ച് തങ്ങളുടെ സമുദായത്തിന്റെ ആവശ്യങ്ങളാണ് വ്യക്തമായി വേണ്ടതെന്ന ആ മുസ്ലിം ലീഗിന്റെ നിലപാട് അതിതാ കേരളം ഒട്ടൊക്കെ മുസ്ലിം ലീഗ് ആഘോഷിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെയും വി ഡി സതീശനെതിരെയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വരെ ലീഗ് അണികൾ ഇതാ നിരത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു. കണ്ടില്ലേ ഞങ്ങളുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് അവർ ആക്രോശിക്കുന്നു. പണ്ട് ആടിന്റെ തല വെട്ടിയിട്ട കൊച്ചു കുട്ടികൾ വരെ തൂക്കിയിട്ട് വോട്ടെണ്ണൽ ദിവസം ലീഗിന്റെ വിജയം ആഘോഷിച്ചതുപോലെ ലീഗിന്റെ പ്രവർത്തകരെല്ലാം ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. കാരണം കേരളം ലീഗ് എ കെ ആന്റണിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ട് പിടിച്ചടക്കിയിരിക്കുന്നു. ഇനിയുള്ള 3 കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ, അല്ലെങ്കിൽ 5 കൊല്ലം ലീഗ് കോൺഗ്രസിന്റെ വഴികാട്ടിയായി മുന്നിൽ കാണും. അങ്ങനെയാണ് ലീഗിന് പറയാൻ ഇഷ്ടം. പക്ഷേ ഇനി ഭരിക്കുക മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം അവിടെ മന്ത്രിമാർ കൂടി വരുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ നിരത്തുമ്പോൾ ഇനി അതും അനുവദിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉണ്ടാകും. എന്തായാലും വി ഡി സതീശനെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ മുഖ്യമന്ത്രി എന്നല്ല, മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി എന്ന് ഇനി ചരിത്രത്തിൽ അറിയപ്പെടും.